അപ്പോൾ നമ്മൾ പരിവാർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇതൊരു മലയാള പടമാണ്. തൃശ്ശൂർ ശോഭാ സിനിമകളിലെ ഐനോക്സിലാണ് വന്നിരിക്കുന്നത്. സ്ക്രീൻ 6-ലാണ് പടം. ഇവിടുത്തെ ഏറ്റവും ചെറിയ സ്ക്രീനും ഇത് തന്നെയാണ്. 2K 7.1 ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ 2 ആഴ്ച കഴിഞ്ഞ് കാണുന്നത്. അതായത് റിലീസായി 2 ആഴ്ച കഴിഞ്ഞ് ആ സിനിമ കണ്ട് ആ സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത്. ഇത്രയും ലൈറ്റായിട്ട് നമ്മളൊരു സിനിമ കണ്ട് റിവ്യൂ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. യെസ്, പരിവാർ. ഇന്ന് ഞാൻ പോയി കണ്ട ഒരു മലയാള സിനിമയാണ് പരിവാർ. ജഗദീഷ്, അലക്സാണ്ടർ പ്രശാന്ത്, ഇന്ദ്രൻ സേട്ടൻ, ഇവരൊക്കെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഉത്സവ് ആൻഡ് ഫഹദാണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും. ഫഹദ് നമ്മുടെ ആക്ടർ ഫഹദ് അല്ല, ഇത് വേറെ ഫഹദ് നന്ദു, അതാണ് പുള്ളിയുടെ ഫുൾ നെയിം. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അച്ഛൻ, ഇവരുടെ അതായത് ഈ ജഗദീഷ്, അലക്സാണ്ടർ പ്രശാന്ത് ഇവരുടെയൊക്കെ അച്ഛൻ അയാൾ മരിക്കാൻ കിടക്കുകയാണ്. മരിച്ചിട്ടില്ല, കിടപ്പ് രോഗിയാണ്. ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ. അത് ഒരുപാട് വീട്ടുകാർ ഫേസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു കേസ്. അത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നത് ആ പരിപാടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് വിചാരിച്ചിരിക്കും. ഇയാൾ മരിക്കൂല, പുള്ളി ഇങ്ങനെ മരിക്കാതെ ഇങ്ങനെ നീണ്ട് ആളിങ്ങനെ പോവും. അങ്ങനെ ഒരു ഒടുവിൽ അയാൾ മരിക്കും. അയാളുടെ മരണശേഷം അയാളുടെ കയ്യിലൊരു മോതിരം, അത്യാവശ്യം ലക്ഷങ്ങൾ വിലമതിക്കുന്നൊരു മോതിരം, അത് മക്കളിൽ ആരെടുക്കും എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് പരിവാർ. എനിക്ക് ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഞാൻ കണ്ടിരുന്നു. എനിക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിയില്ല. അങ്ങനെ ലാഗൊന്നും അടിച്ചൊന്നുമില്ല. പടം 1 മണിക്കൂർ 57 മിനിറ്റാണ്. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം ഒട്ടും ലാഗില്ലാതെ നമുക്ക് ചുമ്മാ അങ്ങനെ കണ്ടിരിക്കുക, ഒരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാം എന്ന് പറയണ പോലെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ മൂവിയായിട്ടാണ് പരിവാർ എനിക്ക് തോന്നിയത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അലക്സാണ്ടർ പ്രശാന്ത് പുള്ളി അടിപൊളിയുണ്ട്, ജഗദീഷും അടിപൊളിയുണ്ട്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നോർമലായിട്ടും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവർ നന്നായിട്ട്, ജഗദീഷ് ചേട്ടനും അലക്സാണ്ടർ അവർ നന്നായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കൊച്ചു സിനിമയാണിത്. ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. എനിക്ക് തോന്നുന്നു 10 താഴെ ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ, പുള്ളിയുടെ അമ്മയില്ലേ ശോഭന വെട്ടിയാർ ചേച്ചി ഇതിൽ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. ചേച്ചി അടിപൊളിയായിട്ട്, ചേച്ചി വന്നപ്പോൾ ഒരു പ്രത്യേക വൈബായി പടം. ചേച്ചിയുടെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളീനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പുള്ളീനെ. അത് റീൽസിലാണോ അതോ മുമ്പ് സിനിമയിലാണോ എന്ന് എനിക്കറിയില്ല. ആ പുള്ളി അടിപൊളിയായിട്ട്. ഇവരൊക്കെ പറഞ്ഞ സെക്കൻഡ് ഹാഫിലാണ്. നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ അമ്മ ശോഭന ചേച്ചിയും അതുപോലെ തന്നെ ഈ മകനായിട്ട് അഭിനയിച്ച പുള്ളി, ഇവർ രണ്ടുപേരും അമ്മയും മോനും നന്നായിട്ടുണ്ട് സിനിമയിൽ. അവരൊക്കെ കൂടി സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ നല്ല രസമായി. അത് കോമഡിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഫാലിമി സിനിമയിൽ, ഫാലിമിയിൽ ഇവരുടെ മുത്തശ്ശല്ലേ, അതായത് ബേസിലിൻ്റെ മുത്തശ്ശൻ ജഗദീഷിൻ്റെ അച്ഛൻ, ആ ഫാലിമി സിനിമയിൽ പുള്ളി ഇതിൽ നന്നായിട്ട്, പുള്ളിയുടെ ക്യാരക്ടർ നന്നായിട്ട്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു 1 ടൈം വാച്ചബിൾ മൂവി, നമുക്ക് ഒരു തവണ കണ്ടു മറക്കാവുന്ന ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി പരിവാർ ഫീൽ ചെയ്തത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. സിനിമ 7-ാം തീയതി ഇറങ്ങിയതാണ്. ഞാൻ തന്നെ 2 ആഴ്ച 17 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ തിയേറ്ററുകളിൽ സിനിമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ, അല്ലെങ്കിൽ OTT ഇറങ്ങിയതിന് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ.